എന്ത് ഞാൻ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. സലാം ബുദംസ്, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. 2026 എല്ലാവർക്കും നല്ല ഒരു വർഷമായി മാറട്ടെ. 2025 അവസാനിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ കേട്ട 2 വാർത്തകളെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തെ വാർത്ത, ചിക്കിങ്ങിൽ പോയി സാൻഡ്വിച്ച് കഴിച്ച കുട്ടികൾക്ക് ചിക്കൻ കുറഞ്ഞ സാൻഡ്വിച്ച് കിട്ടി. അത് പരാതിപ്പെട്ട അവരെ അവിടുത്തെ മാനേജർ മസിൽ കാണിച്ച് ഭയപ്പെടുത്തി. ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. രണ്ടാമത്തെ വാർത്ത, ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നടന്നൊരു വിഷയമാണ്. അതായത് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. കോഴിക്കോട് മാവൂർ റോഡിൽ നമ്മൾ ബൈക്ക് നിർത്തി ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ തൊട്ട് പിന്നിൽ KSRTC വന്ന് ഹോൺ അടിക്കും. നമുക്കൊരു കുറച്ച് സമയം വേണം ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് തുഴഞ്ഞ് നീങ്ങാൻ, അതല്ലെങ്കിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ. പക്ഷേ ആ സമയം പോലും നൽകാതെ KSRTC ആ ബൈക്കിൻ്റെ പിന്നിൽ വന്നിടിച്ചു. അതിൻ്റെ ഇൻഡിക്കേറ്റർ പൊട്ടി, അതിൻ്റെ നമ്പർ പ്ലേറ്റ് വളഞ്ഞു. ഇതേ തുടർന്ന് KSRTC സ്റ്റാൻഡിൽ കയറി ആ യുവാവ് ആ ഡ്രൈവറോട് കയർത്ത് സംസാരിച്ചു. വിത്തിൻ സെക്കൻഡ്സ് ഡ്രൈവർ ആ കുട്ടിയുടെ കരണക്കുറ്റി നോക്കി പുകച്ചു. ഈ വാർത്തകൾ മാത്രമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. ഇതുമായിട്ട് ചേർന്നിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. കാരണം ഈ വാർത്തകളെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടു, ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു വർഷമായിരുന്നു, അല്ലെങ്കിൽ വർഷങ്ങളിൽ ഒന്നായിരുന്നു 2025. എന്താണ് ഇവിടെ പ്രശ്നം? ആരാണ് ഇവിടെ പ്രശ്നം? ചിക്കൻ കുറഞ്ഞ സാൻഡ്വിച്ച് നൽകിയ ചിക്കിങ് ആണോ? അതോ അത് പരാതിപ്പെട്ട ആ കുട്ടികളാണോ? അതോ ആ പരാതി പോലും കേൾക്കാതെ അവരോട് മോശമായി റിയാക്ട് ചെയ്ത മാനേജറാണോ? ഒരു വലിയ ശതമാനം ആളുകൾ മാനേജർക്കെതിരെയാണ് സംസാരിക്കുന്നത് എങ്കിലും ഒരു ചെറിയ ശതമാനം കുട്ടികളെയും കുറ്റം പറയുന്നുണ്ട്. ആ കുട്ടികളുടെ ബിഹേവിയർ ശരിയായില്ല, അവർക്ക് 2 കഷ്ണം ചിക്കൻ കുറഞ്ഞാൽ അവർ എന്തിനു പ്രതികരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ മാനേജറുടെ വിഷയമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്. ഭ്രാന്താണ് എന്നല്ല പറയുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മലയാളികൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു പനി വന്നാൽ ഇന്ന് നമ്മൾ ഈ മറ്റേ ചുക്ക് കാപ്പിയും ആവി പിടിക്കലൊക്കെ മാറ്റിയിട്ട് നമ്മൾ പാരസിറ്റാമോളിൻ്റെയും പിന്നെ ഡോളോ 650ൻ്റെയും പിന്നാലെ പോകുന്നു എങ്കിൽ അതുപോലെ തന്നെ ഒരു വിഷയമാണ്. മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നിയാൽ നല്ലൊരു തെറാപ്പിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ കാണിക്കുക എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അദ്ദേഹത്തിന് മാനസിക പ്രശ്നമാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മാനസികമായിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് 99% ആണുങ്ങളും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹവും. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന് പറയുന്നൊരു അവസ്ഥയെക്കുറിച്ചാണ്. നമ്മളിൽ എല്ലാവർക്കും ഈ ഒരു സാധനമുണ്ട്, ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ബിഹേവിയർ. ഞാൻ ഒരു കഥ പറയും. ഞാൻ വല്ലാതെ വലിച്ചു നീട്ടുന്നു ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. എൻ്റെ ഒരു രീതി ഇതാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചാണ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. പക്ഷേ ആ വിഷയത്തിൻ്റെ ആ ഒരു കാമ്പ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ ചില കഥകൾ പറയേണ്ടി വരും. കാരണം ഞാനൊരു സൈക്യാട്രിസ്റ്റ് അല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല, ഞാനൊരു തെറാപ്പിസ്റ്റ് അല്ല. പക്ഷേ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കഥയിലൂടെ എനിക്ക് പറ്റുമെങ്കിൽ അതാണ് എൻ്റെ കോർന്ന് ഞാൻ വിശ്വസിക്കണം. കഥയല്ല, എൻ്റെ അനുഭവമാണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ബേപ്പൂർ നടന്നൊരു സംഭവമാണ്. ഞാൻ ബേപ്പൂർ സ്റ്റാൻഡിൽ നിന്നും ടൗണിലേക്ക് ബസ് കയറി പോവുമായിരുന്നു. ഏകദേശം RM ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഒരു 4-5 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ്. ആ ഹോസ്പിറ്റൽ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരു പയ്യൻ ബസ്സിലേക്ക് കയറി. ഓൾറെഡി ഞാൻ കയറിയ സമയത്ത് തന്നെ എൻ്റെ തൊട്ടടുത്ത് വേറൊരു പയ്യൻ ഇരിക്കുന്നുണ്ട്. അവനൊരു കഷ്ടിച്ചൊരു 12 വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവൻ എങ്ങോട്ടോ കല്യാണത്തിനായിട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം അവൻ അത്രയും പെർഫ്യൂം സ്മെൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ഡ്രസ്സിങ്സ് അങ്ങനെയായിരുന്നു. നല്ല വെള്ള കളർ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഡ്രസ്സിങ്ങിൽ കാണുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജഡ്ജ് ചെയ്യാം. ഞാൻ വിചാരിച്ചു ആളങ്ങനെ പോകുന്ന ഒരാളാണ്. പെട്ടെന്നാണ് ഏതൊരു പയ്യൻ കയറിയത്. അവൻ കയറി വന്നറാ, നീ എങ്ങോട്ടാണ് പോകുന്നത്, അടിപൊളിയാണല്ലോ, ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എങ്ങോട്ടാണ് പോകുന്നത്, കല്യാണത്തിനാണെന്നൊക്കെ ചോദിച്ചു. ചുള്ളനായിട്ടുണ്ട് എന്നെന്തോ രണ്ടാമത് കയറിയ പയ്യൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള പയ്യൻ അവനെ ഒരു തമാശയ്ക്ക് തെറി വിളിച്ചു. തമാശയ്ക്കാണ് തെറി വിളിച്ചത്. പക്ഷേ ആ തെറിയിൽ അമ്മയും കൂട്ടിയിട്ടാണ് വിളിച്ചത്. ആ തെറി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും.
തമാശയ്ക്കാണെങ്കിലും ചിലപ്പോൾ അത്തരത്തിലുള്ള തെറികൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ മൊമെൻറ്റിൽ കാരണം അധികം ആൾക്കാരൊന്നുമില്ല ബസ്സിൽ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏറ്റവും ബാക്കത്തെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ തൊട്ടടുത്താണ് ഈ തെറി വിളിച്ച പയ്യൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മൊമെൻറ്റിൽ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഇപ്പോൾ അത് പറയേണ്ട ആവശ്യം? ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ജസ്റ്റ് കയറി ആ പയ്യൻ ഫ്രണ്ടിൽ പോയിരുന്നു. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പയ്യൻ്റെ മുഖത്ത് 4 ഇടി അടിച്ചു. അവിടെ മുഴുവൻ ബ്ലഡായിരുന്നു, ഒരു പല്ലും ഉണ്ടായിരുന്നു. കണ്ടക്ടർ ഓടി വന്നു, കിളികൾ ഓടി വന്നു, നമ്മുടെ ബെല്ലടിക്കുന്ന കിളി ഓടി വന്നു, എന്താ സംഭവം എന്നറിയാൻ. അവർക്കൊക്കെ കൺഫ്യൂഷനാണ്. അതായത് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പായിട്ടുള്ള RM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ, ഒരു 4-5 സ്റ്റോപ്പുകൾക്ക് മുമ്പേ ഉള്ള ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണോ. അടി കിട്ടിയ പയ്യൻ നാണക്കേട് കൊണ്ട് ആദ്യം പറഞ്ഞത് എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണം, എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. സ്വാഭാവികം, അവനങ്ങനെ പറയാൻ തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവർക്കും അങ്ങനെ ഒരു താല്പര്യം തോന്നി. വണ്ടി തിരിച്ചു RM ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൂടെ നേരെ പോയി പോലീസ് സ്റ്റേഷനിലേക്ക്. പിന്നെന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അവനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവണം, അവനൊരു കുറ്റവാളിയാക്കിയിട്ടുണ്ടാവണം, ഒക്കെ ശരിയാണ്. നിങ്ങൾ ആരുടെ ഭാഗത്താണ്? തെറി വിളിച്ച പയ്യൻ്റെ ഭാഗത്താണോ അതോ ഇടിച്ച പയ്യൻ്റെ ഭാഗത്താണോ? ഞാൻ ചിന്തിക്കുമ്പോൾ തെറി വിളിച്ചത് തെറ്റാണ്, ഇടിച്ചതും തെറ്റാണ്. അവിടെയാണ് പ്രശ്നം. അതായത് തെറി കേട്ട ഒരുത്തന് ഇടിക്കാൻ തോന്നുന്നതിൻ്റെ കാരണമാണ് ഈ ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ബിഹേവിയർ എന്ന് പറയുന്നൊരവസ്ഥ. അതായത് നമുക്കൊരു ട്രിഗർ പോയിൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ കയറി അങ്ങ് റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 വിധമാണ്. 1, ഒരു അബ്യൂസീവ് വേർഡ് ആയിരിക്കാം. 2, ഒരു പ്രോപ്പർട്ടി ഡാമേജ് ആയിരിക്കാം. 3, ഫിസിക്കൽ ഡാമേജ്, ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കാം. ഈ 3 സ്റ്റേജസ് ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. കാരണം അബ്യൂസീവ് വേർഡ് ഒരു അമച്വറായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരും, ഒരു ടീനേജ് ബോയ് മുതൽ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അവന് ദേഷ്യം വരുമ്പം, സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ദേഷ്യം വരുമ്പോൾ വിളിക്കുന്ന ചില തെറികളുടെ കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു എക്സ്പ്ലോസീവ് ബിഹേവിയറാണ്. പക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കും. ഞാനൊക്കെ ആ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും, ഇത്രയും ബോധവൽക്കരിക്കുന്ന നിങ്ങൾ, ഞാൻ ബോധവൽക്കരണമല്ല നടത്തുന്നത്, ഞാനും ഇതിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. പക്ഷേ ഞാനത് തിരിച്ചറിയുന്നുണ്ട്. കാരണം ഞാനൊരു ബിഹേവിയറിലാണുള്ളത് എന്നുള്ളത് എനിക്കറിയാം. തിരിച്ചറിയാൻ പറ്റാതെ എൻ്റെ ഡെയിലി ലൈഫിനെ ബാധിച്ചു തുടങ്ങുന്ന ഈ ഒരു അവസ്ഥയാണ് ഡിസോർഡർ എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ആളുകളെയാണ് ഞാൻ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. സോ എൻ്റെ ഉള്ളിൽ ഈ ഒരു എക്സ്പ്ലോസീവ് ബിഹേവിയർ ഉണ്ട്, ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ബിഹേവിയർ ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരീരത്തെ വേദനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ഡാമേജ് ആയിരിക്കും. ഞാനൊരിക്കലും എൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം എറിഞ്ഞ് പൊട്ടിക്കുക, ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക, ഇത്തരം പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് അത്രയും ദേഷ്യം വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ചിലപ്പോൾ ചോവറിൻ്റെ മുകളിൽ ഇടിക്കും, അല്ലെങ്കിൽ വാതിലിടിക്കും. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് പ്രോപ്പർട്ടീസ് ഇവിടെയുണ്ട്. പക്ഷേ എൻ്റെ ഉദ്ദേശം പ്രോപ്പർട്ടി നശിപ്പിക്കലായിരുന്നില്ല, എന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു. ഇതിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവാം. പക്ഷേ 1, 2ാമത്തേന് ഭാര്യ, മക്കൾ, നമ്മളെക്കാൾ ദുർബലരായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ഫിസിക്കലി ഉപദ്രവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയുടെ പേരാണ് ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ, ബിഹേവിയർ ഡിസോർഡർ. അത് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ഈ ഒരു മാനസിക പ്രശ്നം ബാധിക്കുന്നു എന്നാണ്. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലൊരു തെറാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എങ്ങനെയാണ്? അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കാരണമല്ല, പല കാരണങ്ങളിൽ ചിലത് ഒന്ന് ജനറ്റിക്കാണ്. ഇപ്പം എൻ്റെ കാര്യം, എൻ്റെ അച്ഛൻ എന്നേക്കാൾ കൂടുതൽ ചൂടനാണ്. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇന്ന് മുപ്പൊരു പാവമാണ്, പക്ഷേ അന്ന് കുറച്ച് ക്രിമിനലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും, ഞാൻ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാകുമ്പോൾ പോലും എനിക്ക് ചുറ്റുമുള്ള ആളുകൾ പറയുന്നത് ഞാനായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക, ബിക്കോസ് അവൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നല്ലോ. സോ നമ്മളെ മനഃപൂർവ്വം സൊസൈറ്റി അതിലേക്ക് പിടിച്ചിടാറുണ്ട് ജനറ്റിക്കിൻ്റെ ഭാഗമായിട്ട്. അതല്ലെങ്കിൽ ജനറ്റിക്കലി നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആളുകളും ആവാറുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമയാണ്. അതായത് ചെറുപ്പത്തിൽ നമുക്കുണ്ടായൊരു ട്രോമ, അല്ലെങ്കിൽ നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വിഷയങ്ങളിൽ തോറ്റുപോകുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള തോന്നൽ എനിക്കുണ്ടാവുമ്പോൾ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി സിറ്റുവേഷൻ നോക്കാതെ നമ്മൾ പ്രതികരിക്കും. അത്തരത്തിലുള്ള ട്രോമകൾ വരുമ്പോൾ ഈ പ്രോബ്ലം പൊന്തി വരാറുണ്ട്. പിന്നൊന്ന്,
ബ്രെയിനാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബ്രെയിൻ വ്യത്യസ്തമായിട്ട് അത്തരത്തിലുള്ളൊരു കെമിസ്ട്രി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോവും. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറാപ്പി മാത്രമാണ്. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ബിഹേവിയറിൽ നിന്നും ഡിസോർഡറിലേക്ക് ആവുന്നു എന്നതാണ്. ഉദാഹരണത്തിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ മറ്റൊരു വാർത്ത കൂടി നമ്മൾ കേട്ടിരുന്നു. അതായത് ഒരു ലെവൽ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ്. അത് കൃത്യസമയത്ത് തുറക്കാത്തതിൻ്റെ പേരിൽ ലെവൽ ക്രോസിലുള്ള അത് ചെയ്യുന്ന ആളെ 2 സുഹൃത്തുക്കൾ ബൈക്ക് ക്രോസാക്കി നിർത്തി പോയിട്ട് തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കേസുകളുണ്ട്. ആ കേസ് എന്തായി എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഒരല്പം ബുദ്ധിയോടുകൂടി നമ്മൾ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും റെയിൽവേക്കാരെ നമ്മൾ തൊടാനേ പാടില്ല. കാരണം നിങ്ങൾ ഈ കേസ് നടക്കുന്നത് പുതുക്കാട് ആണെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂരാണ് ഈ കേസ് നടക്കുന്നത് എങ്കിൽ റെയിൽവേക്കാർ കേസ് കൊടുക്കുന്നത് തൃശ്ശൂരാവില്ല. അവർ വല്ല ഡെറാഡൂണിലായിരിക്കും കേസ് കൊടുക്കുക. ഇതിനു വേണ്ടി നിങ്ങളുടെ ജീവിതം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അവരുടെ ശിക്ഷ അതാണ്. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവുമായിരിക്കാം. ഒരിക്കലും ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു TTRനെ കുത്തിന് പിടിച്ച് സംസാരിക്കരുത്. റീസെൻ്റ്ലി തൊപ്പിയുടെ ഒരു പ്രശ്നം ഞാൻ കേട്ടു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്തോ റിസർവേഷൻ ഇഷ്യൂ ആയിട്ട് TTRനോട് മോശമായിട്ട് സംസാരിച്ചു എന്നോ TTRനെതിരെ കേസ് കൊടുത്തു അങ്ങനെ എന്തോ. TTR തിരിച്ചൊരു കേസ് ഫയൽ ചെയ്യുന്നത് മറ്റേതോ സ്ഥലത്തായിരിക്കും. ഇന്ത്യയിൽ മുഴുവൻ അവർക്ക് എന്തും ചെയ്യാം. സോ നമ്മൾ ഈ കേസിൻ്റെ പിന്നാലെ വർഷങ്ങളോളം ഓടേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു ടീമാണ് ഫോറസ്റ്റ്. നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്, ട്രിപ്പ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ഫോറസ്റ്റിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും ചന്ദനക്കട്ട പിടിച്ചു എന്ന് അവർ പറഞ്ഞാൽ പോലും ന്യായീകരിക്കാൻ നിൽക്കരുത്. ചേട്ടാ അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കും എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുക. കാരണം അവരുടെ ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കളി കളിച്ചാലും ശരി നിങ്ങൾക്ക് ഊരിപ്പോരാൻ പറ്റില്ല. യൂണിഫോം ഇട്ട പോലീസുകാരൻ. അതേപോലെ ഏറ്റവും പേടിക്കേണ്ട ഒരു വർഗ്ഗമാണ് ബസ്സിനുള്ളിൽ നിൽക്കുന്ന ബസ് ജീവനക്കാർ. അവരെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. വർത്താനം പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് കയ്യാങ്കളി വേണമെങ്കിൽ സ്റ്റാൻഡിൽ നിന്നോ ബസ്സിൽ നിന്നോ ഈ പറയുന്ന മഹാനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതല്ല, അത് അവരുടെ സ്പേസിൽ ചെന്നിട്ട് ഒരിക്കലും ഷോ കാണിക്കാൻ നിൽക്കരുത്. ജീവിതം പോയി കിട്ടും. സോ ഇതൊക്കെ ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി. നിങ്ങളെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് തള്ളിവിടാൻ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുകയല്ല. സോ ഇതെപ്പോഴും മനസ്സിലാക്കുക. ഇനി ഈ തെറാപ്പിയെക്കുറിച്ച് ഞാൻ പറയാം. സാധാരണയായിട്ട് ഈ ഒരു എക്സ്പ്ലോസീവ് ബിഹേവിയർ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ഡിസോർഡർ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് ചെയ്യുന്നത്. അപ്പം അത് കൃത്യമായിട്ടുള്ള തെറാപ്പിയിലൂടെ നമ്മളുടെ ട്രിഗർ പോയിൻ്റ് ഏതാണ് എന്ന് മനസ്സിലാവും. ട്രിഗർ പോയിൻ്റ് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഹൈവേയിൽ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടീനെ മറ്റൊരാൾ ഓവർടേക്ക് ചെയ്യുന്നത് ട്രിഗർ ചെയ്യും. ഒരു ഹോൺ അടിക്കുന്നത് ട്രിഗർ ചെയ്യും. ഇപ്പം എനിക്കൊക്കെ ട്രിഗർ ചെയ്യുന്നൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈനിലാണ് പോവുക. എൻ്റെ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, കാരണം നമുക്കറിയാം നമ്മൾ പോകുന്ന സ്പീഡ് 80 കിലോമീറ്ററേ പാടുള്ളൂ, ദാറ്റ്സ് ലീഗൽ. പക്ഷെ പിന്നിൽ വരുന്നത് 100-110 വന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഒരിക്കലും തേർഡ് ലൈൻ ഹൈ സ്പീഡ് ലൈനിൽ പോയിട്ട് 80 പോകണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ പിന്നിൽ വന്ന് നമ്മളെ പ്രൊവോക്ക് ചെയ്ത് പോകുന്ന ആളുകളെ എനിക്ക് ഇറിറ്റേഷൻ വരും. പക്ഷെ അങ്ങനെ ഇറിറ്റേഷൻ വരുമ്പോൾ അവരെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത് നമ്മുടെ ഫാമിലീനെ ബാധിക്കും, നമ്മളെ ബാധിക്കും. സോ ഈ മൊമെൻറ്റിൽ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ബിഹേവിയറിലാണ്. അതേസമയം നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ കോംപ്ലക്സ്, നിങ്ങളുടെ ഈഗോ, ഈ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് ചുറ്റുമുള്ള ആളുകളെയൊക്കെ നിങ്ങൾ മറന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസോർഡറിലാണ്. അങ്ങനൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ തെറാപ്പിയിൽ പോകണം. തെറാപ്പിയിൽ പോയതിന് ശേഷം നിങ്ങളെ ട്രിഗർ പോയിൻ്റ് നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കണം. വലിയ സംഭവങ്ങളൊന്നുമല്ല. നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു തെറാപ്പിസ്റ്റിനെയോ കാണുന്നു എന്നത് ഇന്നത്തെ കാലത്ത് വലിയ തെറ്റല്ല. വലിയ തെറ്റെന്നല്ല, തെറ്റേ അല്ല, അത് ശരിയാണ്. കാരണം നമ്മളുടെ ഹാപ്പിനെസ്സാണ് നമുക്ക് വലുത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു തെറാപ്പിസ്റ്റ് നമ്മൾ കണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്നതാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അവർ നമ്മുടെ ട്രിഗർ പോയിൻ്റ് മനസ്സിലാക്കി നമ്മളെ സൊല്യൂഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ലൈഫ് എത്ര ഹാപ്പി ആയിരിക്കും എന്നറിയോ, എത്ര ഫ്രീ ആയിരിക്കും എന്നറിയോ. ഒരു മത്സര ബുദ്ധി പോലും ഇല്ലാതെ ഹൈവേയിലൂടെ വാഹനം ഓടിച്ച് പോകുന്നതിൻ്റെ സുഖം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ബൈക്ക് ഓടിച്ച് പോകുമ്പോഴുള്ള ഫീലിംഗ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ്,
അതിന് വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പി എടുക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളൊക്കെ ചിക്കിങ്ങിലെ മാനേജറെ തെറി വിളിച്ച ആളുകളാണ്, നിങ്ങളൊക്കെ KSRTC ബസ്സുകാരനെ തെറി വിളിച്ച ആളുകളാണ്. പക്ഷേ ജിസ് ജോയ് പറഞ്ഞതുപോലെ അവരൊക്കെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് നമുക്കറിയാം. അങ്ങനെ അത്രത്തോളം ഞാനൊരു നന്മമരായിട്ട് സംസാരിക്കല്ല, പക്ഷേ അവർ അങ്ങനെ റിയാക്ട് ചെയ്തതിൻ്റെ പ്രശ്നം ഇതാണ്. അവരുടെ ഒന്നുകിൽ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം, അവരുടെ ജനറ്റിക്സ് ആയിരിക്കാം, അവർ ജീവിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ അവരൊക്കെ കടന്നു പോകുന്നത് ഒരേ ഒരു പ്രോബ്ലത്തിലൂടെയാണ്, ആൻഡ് ദാറ്റ് ഈസ് ഇൻറ്റർമിറ്റൻറ്റ് എക്സ്പ്ലോസീവ് ബിഹേവിയർ. സോ അങ്ങനെ ഒരു ബിഹേവിയറിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അതൊരു ഡിസോർഡർ ആവാതിരിക്കാൻ നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ ഒരു ഡിസോർഡറിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു തെറാപ്പിസ്റ്റിനെ തേടുക. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എടുക്കുക, ലൈഫ് ഹാപ്പി ആക്കുക.